Hello guys, welcome to Game Day. So guys, welcome back to Dude the Fair. So guys, Dude the Fair next പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് Dude the Fairൻ്റെ റിക്വസിഷനാണ് ഗൈസ് നമ്മൾ കുറേ ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഫുൾ വീഡിയോ നമ്മളെന്തായാലും ഇടും ഗൈസ്. ഓക്കെ നമ്മളിന്ന് പതിവുപോലെ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഗെയിം. മറക്കാതെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ടാർഗറ്റ് 50 ലൈക്സ് ആണ്, അതായത് 50 ലൈക്സ്. അപ്പോൾ ഗൈസ് നമുക്ക് 3000 rupees നമുക്ക് കളക്ട് ചെയ്യണം ഗൈസ്. അയാൾ കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ പൈസ കിട്ടിയാൽ പിന്നെ എങ്ങോട്ട് പോകുന്നു, ഏത് വഴിക്ക് പോകുന്നു ഒന്നും അറിയത്തില്ല. ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മളപ്പോഴാണ് പുതിയ സാധനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളതൊക്കെ മേടിക്കും, അല്ലെങ്കിൽ നമ്മളതൊക്കെ എടുത്ത് കഴിക്കും. ഇതൊക്കെയാണ് നമ്മളിത്. അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യാൻ മറന്നു പോകും. 3000 രൂപയാക്കിയിട്ട് സേവ് ചെയ്യാതെ മറന്നു പോയാൽ പിന്നെ തീർന്നു. ഇതുവരെ നമ്മൾ 2000 ആയിട്ടില്ല. 2000 ആയിട്ടുണ്ട്. 2000 തൊട്ട് സേവ് ചെയ്യണം. 2000 ആയിട്ടുണ്ട്. 2000 ആയിട്ട് ഒരു ദിവസം സേവ് ചെയ്തില്ല ഗൈസ്. എല്ലാം തീർന്നു. പിന്നെ ഇപ്പത്തെ കണ്ടായിരുന്നല്ലോ 500 എത്ര ഉണ്ട്, 579 ഉള്ളു ഗൈസ്. പിന്നെ ആദ്യം തൊട്ട് ഡൂഡ് മാർട്ടി പോയി, പിന്നെ കാർ സെല്ല് ചെയ്ത്, ടാക്സി ഓടിച്ച്, മറ്റേ എന്താണ് പുതിയൊരു ഗെയിം ഉണ്ടല്ലോ ഇവിടെ, എന്തോ മറ്റേ ബൗളിങ് മറ്റേ കുറെ കുപ്പി അടിക്കൊക്കത്തില്ല ഗൈസ്. എന്നിട്ട് അതിന് നടുക്കത്തെ ഇരുമ്പിൻ്റെ ബോൾ എടുത്തറിയത്തില്ലേ, ആ സാധനം അത് കളിക്കാം. പിന്നെ ബാസ്കറ്റ് ബോളൊക്കെ പിന്നെ സിമ്പിളാണ്. പക്ഷെ ബാസ്കറ്റ് ബോൾ ടൈമുണ്ട്, എറിഞ്ഞാൽ ടൈം കൂടുക. കളിച്ച് പൈസ ഉണ്ടാകും. നമ്മൾ അതുപോലെ കൈരങ്ങൾ എടുത്തോണ്ട് മിഷൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അറിയാം 3000 രൂപയല്ലേ ഇപ്പം മേളിൽ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ടു കൈരം 3000 രൂപ എടുത്തിട്ട് മാത്രം ടോപ്പ് ടു കൈരം. ഇത് വെച്ച് നമ്മുടെ ഈ പുല്ലൊക്കെ വെട്ടാൻ പറ്റിയായിരുന്നു ഇനി കൊള്ളായിരുന്നു അല്ലേ ഗൈസ്. വലിയ രസമൊന്നും ഇല്ലെന്നാലും ആൾക്കാരെ ഇരിക്കണം, നല്ല കാര്യം. ഇടക്കിടയ്ക്ക് ഓരോ പോലീസുകാരൊക്കെ വരും. ഇത് കണ്ട ജൈൻറ്റ് വീലെ കയറാൻ പറ്റിയ കുറേ പേര് ചോദിച്ചത്. കയറാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഇതിനാൽ ഉച്ചടിച്ചതിൻ്റെ ഉള്ളിലേക്കൂടെ പോകും. എന്നാലും കണ്ടാണ് കണ്ട ഉച്ചടിച്ച് പോകുന്നുണ്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ഇവിടെ വല്ല വണ്ടി ഉണ്ടോ നോക്കാം. ഇല്ല കാണുന്നില്ല. ഒരു വണ്ടിയായിട്ടാണെന്നുള്ള എനിക്ക് തോന്നണം. ഇവിടെ വണ്ടി ഉണ്ടായിരുന്ന പോലെ. വണ്ടിയാണോ അതോ വേറെ എന്തെങ്കിലും കസേരയാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മളൊന്ന് ഇവിടെ ഒരു വണ്ടി എടുത്തോണ്ട് പോയി അതിന് വേറെ ആരെക്കൊണ്ട് ഈ വണ്ടി എനിക്ക് തോന്നി നല്ലത്. ഈ വണ്ടിക്ക് ഇതിനകത്ത് എത്ര രൂപ ഇതിനകത്തില്ലേ നോക്കട്ടെ ഗൈസ്. അയ്യോ അതെ അല്ല ഗൈസ്, അത് ഫോർമുല F1 കാറാണ്. ഇത് ഏത് പറയുന്നത്? ഇത് F1 കാറല്ല, ഇത് വേറെ F1 ഒന്നും അല്ല ഗൈസ്. ഇത് വേറെ ഏതോ B1 ഏതാണെന്ന് എനിക്ക് ഇത് അറിയത്തില്ല ഗൈസ്. ഇതെടുത്തപ്പോൾ എന്തോ വന്നായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ആദ്യം ഇതിനകത്ത് ഓർമ്മ ഡോഗ് ചാർജർ എന്ന് പറഞ്ഞൊരു കാറ്, പിന്നെ മൈക്രോവാൻ അതൊന്നും ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഏതൊക്കെയൊക്കെയോ അറിയാം, പക്ഷെ കറക്റ്റ് അറിയാവുന്ന ഈ രണ്ടെണ്ണമാണ്. കറക്റ്റ് ഇത് അറിയാം കുറച്ചെണ്ണമൊക്കെ. സുപ്രയ്ക്ക് വേറൊന്നാണ് സുപ്ര.
ടൊയോട്ട സുപ്രയ്ക്ക് ടൊയാട്ട സുപ്ര എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലംബോർഗിനിക്ക് വേറെ എന്തോ ലംബോർഗനിയ എന്തോ അങ്ങനെ എന്തോ. ഇത് ആ വണ്ടിയല്ലേ നമ്മളവിടെ കണ്ട മഞ്ഞ വണ്ടി, സ്വാമി മഞ്ഞയായിരുന്നു, ആ മഞ്ഞയായിരുന്നു തോന്നുന്നത്. ഈ വണ്ടിയുടെ വേറെ കളർ നമ്മളാ കിണറിൻ്റെ പുറകെ കണ്ടില്ലേ, അത് തന്നെ. ഇതൊക്കെ സ്റ്റാമ്പിന് വേറൊരു കാര്യങ്ങൾ, നമ്മുടെ വീടിൻ്റെ പുറകിൽ നോക്കിയാൽ നമ്മുടെ താജ്മഹലും അതിൻ്റെ പുറകിൽ നോക്കിയാൽ സോബിയുടെ മറ്റേ സ്ഥലവും അങ്ങനെ കണ്ടാണ് അവിടെ അത് പറഞ്ഞുള്ളൂ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൺസെറ്റ് കണ്ടായിരുന്നു. അല്ല, സൺസെറ്റ് അല്ല, സൂര്യൻ ഉദിക്കുന്നത്, സൺറൈസ് കണ്ടായിരുന്നു. സൺസെറ്റ് പിന്നെ നമുക്ക് കടലിലല്ലോ പോയി കാണാം. സൺറൈസ് അതിനെ കണ്ടാൽ അതിനെ കണ്ടില്ലേ. നമ്മുടെ എനിക്ക് പിന്നെ ജെപ്സി ജീപ്പിന് ജീപ്പല്ല ജീപ്സി അല്ല ജെപ്സി. ഇത് മറ്റേ നമ്മുടെ കാർട്ട്. പിന്നെ ടിപ്പർ നമ്മളെടുത്തില്ല, ലോറി ട്രക്ക് നമ്മളെടുത്തില്ല. ട്രക്ക് എടുക്കാൻ പോലെ ട്രക്ക് എടുത്താൽ. പിന്നെ സൈഡിൽ ഇരിക്കുന്ന മത്തങ്ങ കണ്ട, അതാണ് 500 രൂപ കളഞ്ഞ ദിവസം നമ്മുടെ 500 രൂപയുടെ മത്തങ്ങ. അല്ല ഗസ്റ്റ് നമ്മളതൊക്കെ കഴിച്ചില്ല, അത് കഴിച്ചില്ല ഗസ്റ്റ്, ഓർമ്മ ഞാൻ കഴിച്ചില്ല. വേറെ എന്തോ പഴം, ബനാന സ്റ്റോറിൽ പോയി ബനാന കഴിച്ചു. അപ്പോഴാണ് എന്തോ 50 രൂപയാണ് പണം പോയത്. ഈ കട ബനാനയ്ക്ക് വില കൂടുതലാണോ എന്ന് ഡൗട്ട്. ഈ വണ്ടിയുടെ പല കളർ, പച്ച. ഇവിടെ പൈസ ഉണ്ടോ നോക്കട്ടെ. ടോയ് സ്റ്റോർ അല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ പൈസ. ഇത് നമ്മുടെ മറ്റേ വണ്ടിയില്ലേ ഗൈസ്, ഇവിടെ കോഴിക്കോടിൻ്റെ വണ്ടി ചിക്കൻ. എൻ്റെ പേരെന്തോന്ന് അറിയത്തില്ല എനിക്ക് കറക്റ്റായിട്ട്. ആ വണ്ടിയുടെ കോഴിക്കോടിൻ്റെ ഇതാണ് കണ്ടാ ഗൈസ്. പേടി കുറേ പട്ടിക്കൂട്ടിൻ്റെ ഡോള്, പാവ, പിന്നെ മുയല്, വണ്ടി, ആ ടൈം എല്ലാം ഉണ്ട് ഗൈസ്. ടെഡിബിയർ എല്ലാം ഉണ്ട്. ടോയ് സ്റ്റോർ അല്ലേ. പിന്നെ ഇതാണ് ഡൂഡ് മാർട്ട്. കണ്ടാണ് ഡൂഡ് മാർട്ടിലാളവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു. അത് ചരിഞ്ഞ് കിടന്ന് നിൽക്കുവാണ്, കണ്ടായിരുന്നോ? ഗൈസ് 865 രൂപയായിട്ടുണ്ട് ഗൈസ്. 865. അപ്പോൾ ഗൈസ് നമുക്കിന്ന് എന്ത് ചെയ്യണം ഗൈസ്? നമുക്ക് മറ്റേ ജീപ്പ് എടുക്കാൻ പറ്റും, എടുത്ത് നോക്കാം ഗൈസ്. ജീപ്പ് കിട്ടത്തില്ല. ഇത് ഏതാണ് വണ്ടി? ഫാമിലേതാ? ബാസ്കറ്റ് ബോൾ കളിക്കാം ഗൈസ്. പിന്നെ പോലീസ് അറസ്റ്റ്, അതായത് എന്തുവാ ഗെറ്റിംഗ് കോട്ട്. നമുക്ക് ഇത് കേസ് ഇങ്ങനെ സൈഡിൽ കാണിക്കുകയാണെങ്കിൽ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റത്തില്ല, ഒന്നും കളിക്കാൻ പറ്റത്തില്ല.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൈസ് ഇതിൻ്റെ അകത്തൂടെ വീണാലും ഇവരിങ്ങനെ കാണിക്കത്തില്ല. അതായത് വീണ് എന്നാലും അവർ പൈസ തരത്തില്ല ചിലപ്പോഴൊക്കെ. അയ്യോ ഗൈസ് കുറച്ച് പൊങ്ങിപ്പോയി. ഇത് കുറച്ച് അരിഞ്ഞ് പൊങ്ങിപ്പോയി, കുറച്ച് വളഞ്ഞു പോയി ഗൈസ്. 27 സെക്കൻഡ്, 24, 20 സെക്കൻഡ്. ഓ ഗൈസ് സൈഡിൽ കൂടെ ആള് യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് സാധനം ടീച്ചറാണോ എൻ്റെ? ക്രിസ്റ്റിന് അവിടെ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു. ടോയ് സ്റ്റോറി കീ ചെയിൻ ആണെന്ന് തോന്നുന്നു. ടോയ് സ്റ്റോറി കീ ചെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. കീ ചെയിൻ ആണോന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്ക് എന്തൊരു സാധനം കിടപ്പുണ്ടായിരുന്നു. കീ ചെയിൻ ആണെന്ന് തോന്നുന്നു. അവിടെ എന്തോ കീ ചെയിൻ തന്നെ ആണോന്ന് എനിക്കൊന്നും അറിയില്ല. എന്നാലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കും. ഹെലികോപ്റ്റർ. അയ്യോ ഇവെന്ത് പോലീസുകാരാണ്? പോലീസ് സ്റ്റേഷന് മുമ്പിട്ട് പൊട്ടിച്ചാൽ ഒന്നുമില്ല, വഴിയിലിട്ട് ബോംബ് പൊട്ടിച്ചാലേ കുഴപ്പമില്ല. കണ്ട എന്തൊക്കെയാ. അയ്യോ എന്തൊക്കെയാ കാണിക്കുന്നു. ഹെലികോപ്റ്റർ എടുക്കാം. ഇതെന്തോ ഇയാളെന്തുവാ നേച്ചർ ഹീറോയാ? ഇയാളെ ചത്തപ്പോഴുള്ള മരം മുഴുവൻ നോക്കി ഒന്ന് അടിക്കുന്നു. അയ്യണ് ആ ബോംബ് തീർന്ന് പണി പാടി. ഇല്ലല്ലോ ഈ സമയത്തിന് ഇയാളെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണം. നമുക്ക് ആ സമയത്ത് ഓടാം. ഓടിച്ചോ. ആദ്യം ഹെലികോപ്റ്റർ പൊട്ടിയില്ല. പൊളിക്ക്. ഇത് കൊള്ളാതെ ഇത് സമ്മതിക്കത്തില്ലേ? പൊളി. എന്താണ് പേപ്പറാണെന്ന് തോന്നുന്നു. മറ്റേ സ്റ്റിക്മാനില്ലേ, സ്റ്റിക്മാൻ ആ സാധനമാണെന്ന് തോന്നുന്നു. വന്ന് ഇടിച്ച് ചത്ത്, അത് മാത്രമേ അറിയത്തുള്ളൂ. ഇത് ജെപ്സി. യോ ഇതിനകത്താരാണ്? ഇതാരോ വണ്ടി എടുത്തോണ്ട് പോയാ? അങ്ങനെ ആരും ഇല്ലല്ലോ. ആനച്ചാരുണ്ട്. ജസ്റ്റ് എനിക്കറിയത്തില്ല ആരാ പ്രാങ്ക് ചെയ്ത് ഈ സമയത്ത്. പോലീസുകാരാണെന്ന് ഞാൻ വിചാരിച്ചു. ഓടിയാലോ? കാറിന് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഓടല്ലേ നമുക്ക്? ഓടാ. എന്നെ പിടിച്ചാലായിരിക്കും. എന്നെ പിടിച്ചാൽ ഡാൻസ് കളിക്കും. ഇത് കണ്ട ഈ സാധനം കൊണ്ടില്ലെങ്കിൽ തവളയുടെ സൗണ്ട് കേൾക്കും. തവളയെ കുറെ കാർട്ടൂൺ മ്യൂസിക്കൊക്കെ ഉണ്ട്. ഒരു സാധനമില്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് കിറന്ന് കാണിക്കും. ഈ സാധനം കറക്റ്റ്. ഈ വണ്ടി എനിക്ക് ഓടിക്കാൻ അത്യാവശ്യം സ്പീഡാണ്. ജെപ്സിയുടെ അത്രയില്ല, എന്നാലും നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഗ്യാരേജ് മേടിക്കണമെങ്കിൽ 3000 രൂപയെന്നൊക്കെ 30,000 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മേടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെനിക്കല്ലോ അറിയാം. ഈ 30,000 കൊണ്ട് അതിൻ്റെ അവിടെ മുമ്പിച്ചത് നിന്നാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല.
നമ്മളെന്തിനാണ് ഗ്യാരേജൊക്കെ മേടിക്കാവുള്ളൂ? നമുക്ക് ഓൾറെഡി ഒരു 10 ആരോ ഇട്ടൊരു ഗ്യാരേജ് ഉണ്ടെങ്കിൽ വീട് വെക്കും. പേടിക്കട്ടെ, അതിൻ്റെ ഉള്ളിലേക്കുള്ള ആരും വരത്തില്ല. നമ്മുടെ വീടിൽ വേറെ കുറച്ചും കൂടി ഇതാണ്. മറ്റുള്ളവരുടെ വീടൊക്കെ ഒരു കളറ് വെള്ള പെയിൻറ്റ് അടിച്ചിട്ട് നമ്മുടെ വീട് വേറെ കുറച്ച് വെറൈറ്റി ആണ്. പിന്നെ എന്താണ്, ഇവിടെ കുറേ വെറൈറ്റി വീട്ട്സ് ഉണ്ട്. പിന്നെ ഏതോ 10,000 BC എങ്ങാണ്ടുള്ള ഒരു എന്താണ് ചാടാ എങ്ങാണ്ടും പറയാം, ഏതോ ഒരു ആളവിടെ നിപ്പോണ്ട് കുറേ നാളായിട്ട്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. അയാളുടെ ഒരു കോടാലിയും ഉണ്ട്. അതാണ് ഞാൻ 10,000 BC ഉപയോഗിക്കുക. അവസാനം അവിടെ കിടന്ന് വളർന്ന് വലുതായതാണെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഏത് കോടാലിയാണ്. അയാൾ മറ്റേ കൺസ്ട്രക്ഷൻ സൈറ്റിനെ മണ്ടയ്ക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് അറിയത്തില്ല. ഒരു വല്ല ശത്രുക്കളോ എല്ലാം നടക്കുന്നുണ്ടോ ഇല്ല. ഇതല്ലേ വർക്കാവില്ലല്ലോ, അല്ല പറ്റത്തില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ഫ്രീഡം ഫൈറ്ററാണ്. ആരാണ് ഒന്നും കാണിക്കുന്നില്ല. ടൗൺ ഹാള് ാണോ വീടാണോ ഇതൊക്കെ മതി. നമ്മുടെ വീടിൻ്റെ അത്രയും പോലും ഇല്ല ഇത്. എന്താണ് സയൻസ് ലാബിൻ്റെ അത്രയും പോലും ഇല്ലത്. നമ്മളെ വീടിൻ്റെ ഒരു റൂമിൻ്റെ പകുതി എന്തോയേ ഉള്ളു ഈ റൂമ്. സയൻസ് ഹാള് തന്നെയാണ്. ടൗൺ ഹാള്. ഇത് പോലീസ്. ഇയാൾ പോലീസാണോ എന്നിട്ടുണ്ടാവും. ഷാഡോ പോലീസ്. എന്തെടുത്താലും പോലീസ് വിളിക്കും. വിളിച്ചില്ല. നല്ല കാര്യം. ഭാഗ്യം. ഭാഗ്യം വിളിച്ചില്ല. ഇയാളെന്താ വിളിക്കാത്ത? വിളിക്കണ്ടേ ആണല്ലോ. എന്തെങ്കിലും കളിക്കട്ടെ, അത്രയും നല്ലത്. വിളിക്കാതിരുന്ന അത്രയും വിളിക്കില്ല. കമ്പ്യൂട്ടർ എടുത്താലും വിളിക്കും. എന്താണ്, ആരാണ്? ഒരു ഏലിയൻ പോണ്. ഏലിയൻ ആണോ അല്ലയോ? എവിടെ പോണു? എന്താ ആരാണ്? വീടോ എന്ത് കാണിക്കുന്നു? ഡാൻസ് കളിപ്പിക്കുന്നു. ഇവരെന്താ ഏലിയൻ തന്നെയാണെന്നോ ഡാൻസ് കളിപ്പിക്കുന്നു. ഈ ചെറുക്കൻ കളിപ്പായി. ഇവനും അടിക്കാൻ തുടങ്ങി. കട്ടേ ബഡും ദസ് കഴിഞ്ഞ് മതി. എൻ്റെ ആവശ്യം കഴിഞ്ഞ്. കൊമക്കോ താഴെ ഇത് RC കാറാണ്. ഇത്ര ചെറിയ RC കാർ നമ്മൾ കൺട്രോൾ ചെയ്യും. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഏതോ ഒരു കാരണം നമ്മൾ കയറിയിരിക്കുകയാണെന്നോ അല്ല. പക്ഷെ RC കാറാണെങ്കിൽ നമ്മളെങ്ങനെ RC കാർ ഓടിച്ച് മലയുടെ പോകും. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെങ്ങനെ അവിടെ വരും? നമ്മളിതിൻ്റെ ഉള്ളിലാണെങ്കിലല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ആൻറ്റിനൂടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. മണ്ടയ്ക്ക് കയറാൻ പറ്റുമോ നോക്കിയായിരുന്നു, പക്ഷെ പറ്റത്തില്ല. പിന്നെ മണ്ടയ്ക്ക് ഒരു സാധനം ഉണ്ട്. എനിക്കറിയാമല്ലോ ഇത് പൈസ ഇതിൻ്റെ മണ്ടയ്ക്കുണ്ട്. എനിക്കറിയാം. അത് നമ്മൾ എടുത്തിട്ടുമുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ഇനി എടുക്കുമത്.
ഇവിടുത്തെ പൈസ 100 രൂപ കൂടുതലാണ് അല്ല, വെളിയിലത്തിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ. 300,000 273,000 303,000 ഒന്നും കൂടി എടുത്തത്. ആൻറ്റിഡൂഡ് അറിയാം, ആൻറ്റിഡൂഡ്. ആൻറ്റിഡൂഡ് ഏതെങ്കിലും ഡൂഡാണോന്ന് അറിയത്തില്ല. കുറുമ്പുകളൊക്കെ വരെ ഡൂഡാ. എന്ത് കഷ്ടം, ചാടിക്കയറാണ്. അത് കണ്ട, അങ്ങനെയാണ് നമ്മൾ റിച്ച് ആവുന്നത്. സ്വിച്ച് പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏരിയയിൽ വല്ലതായിരിക്കും റിച്ചിയുടെ വീട്. പോലീസുകാരല്ലേ തപ്പാനായിട്ട് അടുത്ത് വല്ല വെച്ചിരിക്കുകയാണ്. അപ്പം കുറെ കമൻറ്റ് വന്നത്. അപ്പോഴാണ് റിച്ചിയുടെ വീട് ബ്ലൂ ആണ് ബ്ലൂ വീട് എനിക്കാണ്. ആ വീട് നമ്മൾ പോയിട്ടുണ്ട്, ആ പോലീസ് സ്റ്റേഷന് അടുത്തുള്ള ബ്ലൂ വീട് ആണെന്ന് തോന്നുന്നു. അതേ ഗൈസ് ആണെന്ന് തോന്നുന്നു, കാരണം പോലീസ് സ്റ്റേഷന് അടുത്തുള്ള വീടാണ്. അപ്പം അതായിരിക്കും. റിച്ചിയുടെ വീട് കിട്ടി, ഇനി അന്വേഷിച്ച് തപ്പണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ. നെക്സ്റ്റ് പാർട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ബൈ ബൈ.